എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിതരെ, ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ സ്പർശിക്കുന്ന, നമ്മുടെ ഉറക്കമില്ലാത്ത രാത്രികളുടെ കാരണമായ, നമ്മുടെ പ്രാർത്ഥനകളുടെ കാതലായ ഒരു വലിയ കാര്യത്തെക്കുറിച്ചാണ്. നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും താലോലിക്കുന്നവരാണ്. നിശബ്ദമായ ആ നിമിഷങ്ങളിൽ, ആരും കാണാത്ത നമ്മുടെ ഹൃദയത്തിന്റെ അറകളിൽ നാം കരുതിവച്ചിരിക്കുന്ന ചില നിധികളുണ്ട്. ചിലപ്പോൾ അവ ഒരു മികച്ച ജീവിതത്തെക്കുറിച്ചാകാം, ആഗ്രഹിച്ച ഒരു നല്ല ജോലിയെക്കുറിച്ചാകാം, വർഷങ്ങളായി തകർന്നുപോയ ബന്ധങ്ങൾ അത്ഭുതകരമായി കൂപ്പിച്ചേർക്കപ്പെടുന്നതിനെക്കുറിച്ചാകാം, അല്ലെങ്കിൽ മാറാരോഗങ്ങളിൽ നിന്നും മാനസികമായ അടിമത്തങ്ങളിൽ നിന്നുമുള്ള വിടുതലിനെക്കുറിച്ചാകാം. എന്നാൽ കാലം കടന്നുപോകുമ്പോൾ ആ സ്വപ്നങ്ങൾ പലപ്പോഴും വെറും നിഴലുകളായി മാറുന്നത് നമ്മൾ കാണുന്നു. പ്രതീക്ഷയോടെ തുടങ്ങിയ പല യാത്രകളും പാതിവഴിയിൽ തടസ്സപ്പെടുമ്പോൾ, വാതിലുകൾ നമ്മുടെ മുഖത്തിനു നേരെ കൊട്ടിയടയ്ക്കപ്പെടുമ്പോൾ നാം സ്വയം ചോദിക്കുന്ന ആ വലിയ ചോദ്യമുണ്ട്: എന്റെ ആഗ്രഹങ്ങൾ എപ്പോഴെങ്കിലും സഫലമാകുമോ? അതോ അവ എന്നേക്കുമായി ഈ മണ്ണിൽ അവസാനിക്കുമോ? നിരാശയുടെയും പരാജയത്തിന്റെയും നിഴലിൽ നിൽക്കുന്ന നിങ്ങളോട്, തളർന്നുപോയ നിങ്ങളോട് കർത്താവായ യേശുക്രിസ്തുവിന് ഇന്ന് ചില വിപ്ലവകരമായ വാഗ്ദാനങ്ങൾ നൽകാനുണ്ട്. ലോകം നിന്നെ തോൽപ്പിച്ചാലും, മനുഷ്യർ നിന്നെ തള്ളിക്കളഞ്ഞാലും, സ്വർഗം നിനക്കായി കരുതിയിരിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് ആദ്യം ചിന്തിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുന്ന ആ വലിയ ചോദ്യത്തെക്കുറിച്ചാണ്: സ്വപ്നങ്ങൾ മരിക്കുമോ? ലോകത്തിലെ ഓരോ മനുഷ്യനും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരു സമയം ഈ വേദന അനുഭവിച്ചിട്ടുണ്ട്. നാം വലിയ ആവേശത്തോടെ കെട്ടിപ്പടുത്ത പല പദ്ധതികളും തകർന്നു വീഴുന്നത് നാം കാണുന്നു. കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം ലഭിക്കാതെ വരുമ്പോൾ, പ്രാർത്ഥിച്ചിട്ടും മറുപടി വൈകുമ്പോൾ, നിരാശയുടെ ആ കൈപ്പേറിയ അനുഭവം നമ്മുടെ ഹൃദയത്തെ തളർത്തുന്നു. ഈ ലോകം നമ്മെ എപ്പോഴും പഠിപ്പിക്കുന്നത് യാഥാർത്ഥ്യബോധമുള്ളവരായിരിക്കുക എന്നാണ്. ഈ വാക്ക് സത്യത്തിൽ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളുടെ ശവക്കുഴിയാണ്. നിന്റെ വലിയ സ്വപ്നങ്ങളെ വെട്ടിമുറിക്കാനും നിന്റെ ആഗ്രഹങ്ങളെ ഒരു ചെറിയ പെട്ടിക്കുള്ളിൽ ഒതുക്കാനും ഈ സമൂഹം നിന്നെ പ്രേരിപ്പിക്കുന്നു. അമിതമായി ആഗ്രഹിക്കരുത്. നിനക്ക് ലഭിക്കാനുള്ളത് മാത്രമേ ലഭിക്കൂ. നിന്റെ സാഹചര്യം നോക്കി ജീവിക്കുക എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ കേട്ട് നമ്മുടെ ഉള്ളിലെ ആ വലിയ അഗ്നി പതുക്കെ അണഞ്ഞുപോകുന്നു. എന്നാൽ ലൗകികമായ ഈ അറിവുകൾക്കപ്പുറത്ത് ഒരു വലിയ സത്യമുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ? ലോകം നിന്റെ മുന്നിൽ വാതിലുകൾ അടയ്ക്കുമ്പോൾ, വിശ്വസ്തനായ ദൈവം നിനക്കായി പുതിയ വഴികൾ തുറക്കുകയാണ്. സ്വപ്നങ്ങൾ മരിക്കുമില്ല, മറിച്ച് അവ ദൈവത്തിന്റെ ശരിയായ സമയത്തിനായി മണ്ണിൽ പാകിയ വിത്തുകൾ പോലെ കാത്തിരിക്കുകയാണ്. ഒരു വിത്ത് മുളയ്ക്കുന്നതിനു മുൻപ് മണ്ണിൽ ഇരുട്ടിൽ ഇരിക്കേണ്ടിവരും. നിന്റെ ഇപ്പോഴത്തെ ഇരുട്ടും നിശബ്ദതയും നാശത്തിന്റെ ലക്ഷണങ്ങളല്ല, മറിച്ച് വളർച്ചയുടെ മുന്നോടിയാണ്. യേശുക്രിസ്തുവിന്റെ വാഗ്ദാനങ്ങളിലേക്ക് നാം ആഴത്തിലിറങ്ങിച്ചെല്ലുമ്പോൾ അത് എത്രമാത്രം വിപ്ലവകരമാണെന്ന് നാം അത്ഭുതപ്പെടും. വിശുദ്ധ ഗ്രന്ഥത്തിൽ പലയിടത്തും അവിടുന്ന് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും; അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും; മുട്ടുവിൻ, നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന് അവിടുന്ന് അരുളിച്ചെയ്യുന്നു. ഇത് കേവലം ഒരു വാചകമല്ല, മറിച്ച് പ്രപഞ്ചനാഥന്റെ ഉറപ്പാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ വാഗ്ദാനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. പലരും കരുതുന്നത് നമ്മൾ ചോദിക്കുന്നതെല്ലാം ഉടനെ നമ്മുടെ മുന്നിൽ ഒരു മാന്ത്രിക വിദ്യ പോലെ പ്രത്യക്ഷപ്പെടും എന്നാണ്. ഇതിനെ പലപ്പോഴും ചോദിക്കുക, സ്വന്തമാക്കുക എന്ന ലളിതമായ രീതിയിൽ ആളുകൾ കാണുന്നു. എന്നാൽ യഥാർത്ഥ വിശ്വാസമെന്നത് ദൈവത്തെ ഒരു യന്ത്രമായി കാണുന്നതല്ല, മറിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടവുമായി ചേർത്തുവെക്കുക എന്നതാണ്. നിന്റെ സ്വപ്നം ദൈവത്തിന്റെ പദ്ധതിയുമായി ഒന്നിച്ചു ചേരുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നിന്റെ ഉള്ളിലെ സ്വാർത്ഥത മാറി ദൈവത്തിന്റെ മഹിമയ്ക്കായി നീ ആഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ പ്രാർത്ഥനകൾക്ക് സ്വർഗീയമായ ഒരു ശക്തി ലഭിക്കുന്നു. ഈ ശക്തി നിന്റെ ജീവിതത്തെ മാത്രമല്ല, നിനക്ക് ചുറ്റുമുള്ള ലോകത്തെപ്പോലും മാറ്റിമറിക്കാൻ പ്രാപ്തിയുള്ളതാണ്. ദൈവം നിനക്ക് നൽകുന്നത് നീ ചോദിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളായിരിക്കും. കാരണം അവിടുന്ന് നിന്റെ ഭാവിയെ കാണുന്നവനാണ്. വിശ്വാസമെന്നത് വെറുമൊരു ചിന്തയല്ല, അതൊരു പ്രവൃത്തിയാണ്. വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ആ വലിയ വിടവ് എങ്ങനെ നികത്താമെന്ന് നാം ഗൗരവമായി ചിന്തിക്കണം. സാഹചര്യങ്ങൾ എത്ര കഠിനമാണെങ്കിലും, നിന്റെ മുന്നിലെ വഴികൾ എത്രമാത്രം ഇരുളടഞ്ഞതാണെങ്കിലും, അചഞ്ചലമായ വിശ്വാസം വളർത്തിയെടുക്കാൻ പ്രായോഗികമായ ചില വഴികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്നാൽ വെറുതെ കുറെ വാക്കുകൾ ഉരുവിടുന്നതല്ല. അത് നിന്റെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും തമ്മിലുള്ള ആഴമേറിയ സംഭാഷണമാണ്. ഒപ്പം തന്നെ സ്ഥിരോത്സാഹവും നന്ദിയും നിന്റെ ജീവിതത്തിന്റെ ഭാഗമാകണം. നിനക്ക് ലഭിച്ച ചെറിയ കാര്യങ്ങളിൽ പോലും നീ നന്ദിയുള്ളവനാകുമ്പോൾ
വലിയ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നു. പലരുടെയും ജീവിതത്തിൽ സ്വപ്നങ്ങൾ അത്ഭുതകരമായി സഫലമായത് അവർ വിശ്വാസത്തോടെ കാത്തിരുന്നപ്പോഴാണ്. എബ്രഹാത്തിന്റെ ജീവിതം നോക്കുക. വർഷങ്ങളോളം അവൻ കാത്തിരുന്നു. പക്ഷെ ദൈവം പറഞ്ഞത് അവിടുന്ന് പ്രവർത്തിച്ചു. നിനക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിന്നെ തളർത്തുമ്പോൾ ദൈവം എന്റെ കൂടെയുണ്ട്, അവിടുന്ന് തുടങ്ങിയത് പൂർത്തിയാക്കും എന്ന ഉറച്ച ബോധ്യത്തോടെ മുന്നോട്ടു പോകുക. നിന്റെ വിശ്വാസം കടുകുമണിയോളം ചെറുതാണെങ്കിലും അത് മലകളെ നീക്കാൻ പ്രാപ്തിയുള്ളതാണ്. നിന്റെ വിശ്വാസത്തിന്റെ വലിപ്പമല്ല, നീ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വലിപ്പമാണ് പ്രധാനം. പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാകില്ലെന്ന് നമുക്ക് തോന്നുമ്പോൾ പലവിധത്തിലുള്ള തടസ്സങ്ങൾ നമ്മുടെ മുൻപിൽ വരുന്നു. ഭയവും സംശയവും നമ്മുടെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ വെറുതെ ആഗ്രഹിക്കുകയാണ്, എന്റെ യോഗ്യത കുറവാണ് എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നു. ഈ സംശയങ്ങളെ എങ്ങനെ മറികടക്കാം? നീ തിരിച്ചറിയേണ്ട ഒരു പ്രധാന സത്യം ദൈവത്തിന്റെ സമയം നമ്മുടെ സമയമല്ല എന്നതാണ്. നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല ദൈവം കാര്യങ്ങൾ ചെയ്യുന്നത്, മറിച്ച് ഏറ്റവും ശരിയായ സമയത്താണ്. ദൈവം ഒരിക്കലും വൈകാറില്ല, എന്നാൽ അവിടുന്ന് ഒരിക്കലും നേരത്തെ എത്താറുമില്ല. കൃത്യസമയത്ത് അവിടുന്ന് ഇടപെടും. നിന്റെ ഇപ്പോഴത്തെ കഷ്ടപ്പാടുകളും പോരാട്ടങ്ങളും നിന്നെ തകർക്കാനല്ല, മറിച്ച് നിന്റെ ഭാവിയിലെ വലിയ വിജയങ്ങൾക്കായി നിന്നെ ഒരുക്കാനാണ്. ഒരു ശില്പി കല്ലിനെ തല്ലി ഉടയ്ക്കുന്നത് അതിനെ നശിപ്പിക്കാനല്ല, അതിൽ നിന്നും ഒരു മനോഹരമായ രൂപം പുറത്തെടുക്കാനാണ്. അതുപോലെ നിന്റെ ജീവിതത്തിലെ ഓരോ പരാജയവും ദൈവത്തിന്റെ കൈകളിൽ ഒരു പുതിയ തുടക്കമാണ്. മരുഭൂമിയിലൂടെയുള്ള നിന്റെ യാത്ര അവസാനിക്കാൻ പോകുകയാണ്. നിന്റെ മുൻപിൽ നിത്യമായ ഉറവുകൾ തുറക്കപ്പെടാൻ പോകുകയാണ്. ആരും കാണാത്ത നിന്റെ കഠിനാധ്വാനം സ്വർഗം കാണുന്നുണ്ട്. നിന്റെ ഭാവി ലൗകികമായ ശക്തികളാൽ സുരക്ഷിതമല്ല, മറിച്ച് അത് ദൈവീകമായ ശക്തിയാൽ സുരക്ഷിതമാണ്. നിന്റെ ഉള്ളിൽ അണഞ്ഞുപോയ ആ വലിയ സ്വപ്നങ്ങളെ വീണ്ടും ജ്വലിപ്പിക്കുക. പുതിയൊരു വിശ്വാസത്തോടെ ചുവടുവെക്കുക. ദൈവം നിന്നോട് ചെയ്ത ഉടമ്പടി ലംഘിക്കപ്പെടാത്തതാണ്. ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും നിന്റെ അനുഗ്രഹത്തെ തടയാൻ കഴിയില്ല. മനുഷ്യർ നൽകുന്ന ഉറപ്പുകൾ മാറിയേക്കാം, പക്ഷേ ദൈവത്തിന്റെ വാക്ക് മാറില്ല. നിന്റെ ഹൃദയത്തിന്റെ ആഴമേറിയ ആഗ്രഹങ്ങൾ ദൈവം കാണുന്നുണ്ട്. അവിടുന്ന് നിന്റെ ഓരോ കണ്ണുനീർത്തുള്ളിയും ഒപ്പിയെടുക്കുന്നു. നിന്റെ യാത്ര കഠിനമായിരിക്കാം, എന്നാൽ ആ യാത്രയുടെ അവസാനം അത്യന്തം മനോഹരമായിരിക്കും. വിശ്വാസത്തോടെ മുൻപോട്ടു പോകുന്നവന്റെ പാതകളിൽ കർത്താവ് വെളിച്ചമായിരിക്കും. നിന്റെ സ്വപ്നങ്ങൾ സഫലമാകുക തന്നെ ചെയ്യും, കാരണം നിന്റെ കൂടെയുള്ളത് പ്രപഞ്ചനാഥനായ ദൈവമാണ്. സമാധാനത്തോടെ ഇരിക്കുക. നിന്റെ ജീവിതത്തിലെ അത്ഭുതം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. നീ അറിയാതെ തന്നെ നിനക്കായി വഴികൾ ഒരുക്കപ്പെടുന്നുണ്ട്. അദൃശ്യമായ കൈകൾ നിന്റെ തടസ്സങ്ങൾ നീക്കുന്നുണ്ട്. ദൈവീകമായ ഈ യാത്രയിൽ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിന്റെ ഓരോ ശ്വാസത്തിലും നിന്റെ ഓരോ ചുവടിലും സ്വർഗത്തിന്റെ സംരക്ഷണമുണ്ട്. ലോകം നിന്നെ തള്ളിക്കളഞ്ഞാലും നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് മറ്റുള്ളവർ വിധിച്ചാലും എന്റെ മുൻപിൽ നീ അമൂല്യനാണ്. നിനക്കായി ഞാൻ കരുതിയിരിക്കുന്ന പദ്ധതികൾ അത്ഭുതകരമാണ്. അത് നിന്റെ ബുദ്ധിക്കോ ചിന്തയ്ക്കോ അപ്പുറത്തുള്ളതാണ്. പഴയ ചങ്ങലകൾ തകർത്ത് നീ പുതിയൊരു മനുഷ്യനായി ഉയരങ്ങളിലേക്ക് ചിറകടിച്ചുയരാൻ സമയമായിരിക്കുന്നു. നിന്റെ ഹൃദയത്തിന്റെ വാതിൽ നീ എനിക്ക് നൽകുക. നിന്റെ ആകുലതകൾ നീ എനിക്ക് നൽകുക. ഞാൻ നിന്നെ നയിക്കാം. ഞാൻ നിന്റെ വഴികൾ നിരപ്പാക്കാം. നിന്റെ വിജയം ഇതിനോടകം തന്നെ സ്വർഗം ഉറപ്പിച്ചു കഴിഞ്ഞു. ആത്മവിശ്വാസത്തോടെയും വലിയ പ്രത്യാശയോടെയും നീ മുന്നോട്ടു പോകുക. നിന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകൾ നിന്റെ മുൻപിലുണ്ട്. കടന്നുപോയ വർഷങ്ങളിലെ നഷ്ടങ്ങൾ നിനക്ക് ലാഭമായി മാറുന്ന സമയം ഇതാ വന്നെത്തിയിരിക്കുന്നു. വിശ്വാസത്തിന്റെ പാതയിൽ നീ സഞ്ചരിക്കുമ്പോൾ നിനക്ക് നേരെ പലവിധത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായേക്കാം. ആളുകൾ നിന്നെ പരിഹസിച്ചേക്കാം. ഇത്ര പ്രാർത്ഥിച്ചിട്ടും നിനക്കെന്താണ് കിട്ടിയത് എന്നവർ ചോദിച്ചേക്കാം. നിന്റെ വിശ്വാസത്തെ അവർ ചോദ്യം ചെയ്തേക്കാം. എന്നാൽ ഓർക്കുക, നീ മനുഷ്യനെയല്ല പ്രസാദിപ്പിക്കേണ്ടത്, മറിച്ച് നിന്റെ സൃഷ്ടാവായ ദൈവത്തെയാണ്. ദൈവത്തിന്റെ വചനം നിനക്ക് നൽകുന്ന ആ ഉറപ്പ് നീ മുറുകെ പിടിക്കുക. നിന്റെ ജീവിതം ഒരു സാക്ഷ്യമായി മാറാൻ പോകുകയാണ്. നീ കടന്നുപോയ വേദനകൾ മറ്റുള്ളവർക്ക് ആശ്വാസം നൽകുന്ന കഥകളായി മാറും. നിന്റെ പരാജയങ്ങൾ നാളെ അനേകർക്ക് പ്രചോദനമായി മാറും. അതുകൊണ്ട് തളർന്നു പോകരുത്. നിന്റെ കൂടെയുള്ള പരിശുദ്ധാത്മാവ് നിനക്ക് ആവശ്യമായ ശക്തിയും ജ്ഞാനവും നൽകും. ഈ ലോകത്തിലെ സകല തടസ്സങ്ങളെയും മറികടക്കാൻ നീ പ്രാപ്തനാണ്. ശത്രുവിന്റെ വാക്കുകളല്ല, നിന്റെ പിതാവായ ദൈവത്തിന്റെ വാക്കുകളാണ് അവസാന വാക്ക്. നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, നിന്റെ രോഗങ്ങൾ, നിന്റെ ഒറ്റപ്പെടൽ ഇതെല്ലാം ദൈവം മാറ്റിമറിക്കും. മരുഭൂമിയിൽ നദികൾ ഒഴുക്കുന്ന ദൈവം നിന്റെ ശൂന്യതയിൽ സമൃദ്ധി നൽകും.
നിനക്ക് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ആരും മോഷ്ടിക്കില്ല. ശത്രു നിനക്കെതിരെ രൂപപ്പെടുത്തിയ ഒരു ആയുധവും വിജയിക്കില്ല. നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്. നിന്റെ ഭാവി ദൈവത്തിന്റെ കൈകളിൽ സുരക്ഷിതമാണ്. പ്രത്യാശയോടെ ഇരിക്കുക. നിന്റെ കണ്ണുനീർ സന്തോഷത്തിന്റെ ഗീതങ്ങളായി മാറും. ഈ പുതുവർഷത്തിലും വരും കാലങ്ങളിലും ദൈവം നിന്റെ മുൻപേ പോയി വഴികളൊരുക്കും. നീ ഭയപ്പെടേണ്ട. നിന്റെ അത്ഭുതം ഇതാ നിന്റെ വാതിൽക്കൽ എത്തിയിരിക്കുന്നു. വിശ്വാസത്തോടെ അത് ഏറ്റുവാങ്ങുക. രോഗശയ്യയിൽ കിടക്കുന്നവരോട് ദൈവം പറയുന്നു, ഞാൻ നിന്റെ സൗഖ്യദാതാവാണ്. കടബാധ്യതയിലിരിക്കുന്നവരോട് ദൈവം പറയുന്നു, ഞാൻ നിന്റെ ദാതാവാണ്. സങ്കടപ്പെടുന്നവരോട് ദൈവം പറയുന്നു, ഞാൻ നിന്റെ സമാധാനമാണ്. നിന്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കാൻ നീ തയ്യാറാണോ? എങ്കിൽ സ്വർഗം നിനക്കായി തുറക്കപ്പെടും. നീ ചോദിക്കുന്നതിലും അപ്പുറമായ വലിയ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും. നിന്റെ സ്വപ്നങ്ങൾ സഫലമാകുന്നത് നീ കാണും. അത് നിനക്ക് മാത്രമല്ല, നിനക്ക് ചുറ്റുമുള്ള അനേകർക്കും ഒരു വലിയ അനുഗ്രഹമായിരിക്കും. വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. സമാധാനത്തോടെ ഇരിക്കുക. ദൈവത്തിന്റെ കൃപ നിനക്ക് മതിയാകും. നിന്റെ പോരാട്ടങ്ങൾ മഹത്തായ വിജയത്തിൽ അവസാനിക്കുമെന്ന് ദൈവം വീണ്ടും ഉറപ്പു നൽകുന്നു. നിന്റെ ജീവിതം കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ലോകം നിന്നെ നോക്കി അത്ഭുതപ്പെടും. നിന്റെ ദൈവമായ കർത്താവ് നിനക്കായി കരുതിയിരിക്കുന്നത് ആരും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത വൻകാര്യങ്ങളാണ്. സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കുക. നിരാശയുടെ പഴയ വസ്ത്രങ്ങൾ അഴിച്ചുവെക്കുക. പരാജയത്തിന്റെ ചിന്തകൾക്ക് വിട നൽകുക. നിങ്ങളെ വഴിനടത്താൻ ജീവനുള്ള ദൈവം കൂടെയുണ്ട്. സമുദ്രങ്ങളെ രണ്ടായി വിഭജിച്ച ദൈവം, മരിച്ച ലാസറിനെ ഉയിർപ്പിച്ച ദൈവം, അന്ധർക്ക് കാഴ്ച നൽകിയ ദൈവം ഇന്നും ജീവിക്കുന്നു. അവിടുന്ന് നിന്റെ ദൈവമാണ്. നിന്റെ ഹൃദയത്തിലെ സ്വപ്നങ്ങൾ അവിടുന്ന് നൽകിയതാണ്. അത് പൂർത്തിയാക്കാൻ അവിടുന്ന് നിന്നെ സഹായിക്കും. ആത്മവിശ്വാസത്തോടെ എഴുന്നേൽക്കുക. നിന്റെ വിജയം ഉറപ്പാക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിന്റെ ജീവിതത്തിൽ ഊവ് എന്നും ആമേൻ എന്നുമായിരിക്കും. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയോടെ മുന്നോട്ടു പോകുക. നിങ്ങളുടെ അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. ആമേൻ. ആമേൻ. ആമേൻ.